അപ്പം ഇന്നലെ നമ്മൾ കാപ്പി എസ്റ്റേറ്റിനകത്തൊരു വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പോൾ അത് രാവിലെ ഏട്ടൻ എഴുന്നേറ്റ് ഡ്യൂട്ടി തുടങ്ങി. കഴിഞ്ഞോ? ആണോ? ഞാൻ കയറി നിൽക്കാം. കിളി റെഡിയാകുന്നു. എല്ലാവരും ഓരോരുത്തർ റെഡിയായി വരുന്നു. ഇന്നലെ രാത്രിയും രാവിലെ എല്ലാം മഴയായിരുന്നു. അങ്ങോട്ട് നോക്കിക്കേ, മഞ്ഞും മഴക്കാറും എല്ലാം ഉണ്ട്. എന്നാ പിന്നെ വണ്ടി കഴുകിയേക്കാന്ന് തന്നെ വിചാരിച്ചല്ലേ? വണ്ടി കഴുകിയേക്കാന്ന് തന്നെ വിചാരിച്ചു. ഇന്നലെ നമ്മൾ സണ്ണി ചേട്ടൻ്റെ രൂപ ചേച്ചിയുടെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത്. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ഇന്നലെ സഫലീകരിച്ചു. അപ്പം താങ്ക്സ് കേട്ടോ രണ്ടുപേർക്കും. ഇന്നലെ രാത്രി നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്ത് നല്ല അടിപൊളി ചേച്ചിയുടെ വക ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു. ചിക്കൻ സിക്സർ അതെ അടിപൊളിയായിരുന്നു കേട്ടോ. അതെ, അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനി എന്തായാലും വരുമ്പോ ഞങ്ങൾ വരുന്നതായിരിക്കും. വരാം എല്ലാരും വീട്ടിലോട്ടും കൂടെ വരും. എല്ലാരും മക്കളെ എല്ലാരെയും കൂട്ടിട്ട് വീട്ടിലോട്ട്. രാവിലെ നല്ല മഴ, എപ്പോഴും മഴ തോന്നുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് പോയേക്കാം. എടുത്തോ. രാവിലെ കുളിച്ചിറങ്ങിയതല്ലേ ഒന്ന് മഴയത്ത്. പണി മൊത്തം നമുക്ക് ഓടിരും. അത് ഇടയ്ക്കിടയ്ക്ക് ഒരു റിലാക്സേഷൻ ആയിട്ട് ഇടയ്ക്ക് വണ്ടി ഓടിച്ചു. ആശാനുള്ളപ്പം നമ്മള് കാലിരിക്കുമ്പോ അതോ ഉദ്ദേശിച്ചേ. എന്നാണേലും ആടുമൊക്കെ ശരിയായതല്ലേ, അപ്പൊ കുറച്ച് എക്സസൈസ് ആവട്ടെ. തിരിച്ചു നമ്മളെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല മലനിരകൾ കാണായിരുന്നു. പക്ഷെ രാവിലെ കോട കാരണം അതെല്ലാം മൂടിപ്പോയി മഞ്ഞില്. പിന്നെ വരുമ്പോ കാണാം. ശരി എന്നാ അങ്കിള് പോണേ. ബൈ ചേട്ടാ. അങ്ങനെ സൂര്യയുടെ ഒരു ആഗ്രഹം സാധിച്ചു. ഒരു കാപ്പിത്തോട്ടത്തിൽ പോയി സ്റ്റേ ചെയ്യണമെന്ന് അല്ലേ? അപ്പൊ ഇനി നമ്മള് കുതിരമുഖ വഴി നേരെ ശൃംഗേരിയിലേക്ക് പോകാം. ശൃംഗേരിക്ക് ഇവിടെ നിന്ന് വേറെ വഴിയുണ്ട്, പക്ഷെ നമ്മള് കുതിരമുഖ വഴിയാണ് ശൃംഗേരിയിലേക്ക് പോകുന്നത്. ഇന്നലെ നമ്മുടെ കുറെ ഫാമിലി മെമ്പേഴ്സിനെ ഇവിടെ വെച്ച് കണ്ടു, മലയാളികളെ. കുറെ മലയാളി കുടുംബങ്ങളുണ്ട് ഇവിടെ, വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആൾക്കാർ. പുത്തൻ ട്രാവലോഗിലെ കുതിരമുഖ വഴി ശൃംഗേരിയിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഇവിടെ കളസയിലാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ചിക്കമംഗ്ലൂർ ഡിസ്ട്രിക്റ്റിലെ ഒരു നല്ലൊരു ചെറിയ ടൗൺ ആണ് കളസ. ഭദ്ര നദിയുടെ തീരത്താണ് കളസ സ്ഥിതി ചെയ്യുന്നത്. ഭദ്ര നദി ഇവിടുത്തെ കുതിരമുക്ക് പീക്കില് ഉദ്ഭവിക്കുന്ന നദിയാണ്. നല്ല വീടല്ലേ, ഭയങ്കര ചെറുതാ. കളസയിൽ ഒരു 17 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ കുതിരമുക്കിന്. കുതിരമുക്ക് കർണാടകയിലെ ഒരു ചെറിയ ഹിൽ സ്റ്റേഷനാണ്. ഇപ്പം ഈ നമ്മളീ പോകുന്ന കളസയും കുതിരമുക്കും ശൃംഗേരിയും എല്ലാം മലനാട്ടിലെ ചിക്കമംഗ്ലൂരു ഡിസ്ട്രിക്റ്റിലാണ്. ചിക്കമംഗ്ലൂരു. അപ്പം നമ്മളീ പോകുന്ന കളസ, കുതിരമുക്ക്, ശൃംഗേരി ഇതെല്ലാം കർണാടകയിലെ ചിക്കമംഗ്ലൂരു ഡിസ്ട്രിക്റ്റിലുള്ളതാണ്. ചിക്കമംഗ്ലൂരു അല്ല, ചിക്കമംഗ്ലൂരു ഡിസ്ട്രിക്റ്റിലാണ്. അതിനാൽ ഇതെല്ലാം മലനാട് റീജിയൻ ആണ് ഇവിടുത്തെ. മലനാട് എന്ന് പറഞ്ഞാൽ ഹിൽ ഏരിയ. ചിക്കമകള് ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ചിക്കമകളൂരു ഇന്നലെ തൊട്ട് അത് തെറ്റിച്ച് പറയല്ലേ. ഞാൻ ശ്രദ്ധിക്കാത്ത അച്ഛൻ തെറ്റിച്ച് പറഞ്ഞപ്പോ ഞാനും കറക്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞപ്പോ പിന്നെ മംഗളൂരു നായിപ്പോയി. ഇവിടെ എല്ലാം തേയിലത്തോട്ടം. ഇത്ര നേരം കാപ്പിയും നമ്മുടെ അടക്കയൊക്കെ ആയിരുന്നു, കമ്പുമൊക്കെ ആയിരുന്നു. രാവിലെ എല്ലാം കാപ്പിത്തോട്ടമായിരുന്നല്ലോ. ഇവിടെ തേയിലക്കകത്തൊരു അമ്പലമുണ്ട്. അതുള്ള അല്ലെ, നല്ല രസമുണ്ട് തേയിലത്തോട്ടത്തിന്റെ അകത്ത് അമ്പലം കാണാൻ. ഉണ്ണി സച്ചു ഫ്രണ്ടിലുണ്ട്. അർജന്റ് ആയിട്ട് സച്ചുവിന്റെ പണിയായുധം എടുത്തു കൊടുക്കാൻ പറഞ്ഞു. ഈ വണ്ടിയിലാണ് ഇരിക്കുന്നത്. പണിയായുധം എടുക്കാതാണോ രാവിലെ പോകുന്നത്? ആണോ? ഒരു ഉത്തരവാദിത്വം ഇല്ല. കുതിരമുഖ് 12 കിലോമീറ്റർ, ഗംഗാമൂലം 29 കിലോമീറ്റർ. ഗംഗാമൂലം സമയം ഉണ്ടെങ്കിൽ വേണേ പോവാൻ കേട്ടോ. ഗംഗാമൂലയില് 3 നദികൾ ഉത്ഭവിക്കുന്ന സ്ഥലമാണ്. ഇതാണ് സംസെ സ്ഥലപ്പേരാ. സംസ എന്ന് പറഞ്ഞ ഒരു ഗ്രാമം. അപ്പം സംസയാണ് കുതിരമുക്കിലേക്കുള്ള കവാടം. അതേ മേളിലൊക്കെ കാണുന്ന കുതിരമുക്ക് റേഞ്ചുകളാണ് ആ മലനിരകളല്ലേ. കുതിരമുക്ക് എന്ന് പറഞ്ഞാൽ കുതിരയുടെ മുഖമുള്ള മലനിര എന്നാണ് അതിനർത്ഥം. കുതിരമുക്ക് അങ്ങനെ ആ സ്ഥലത്തിന് പേര് വന്നേ. അപ്പൊ സംസയിൽ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് അങ്ങനെ കാണാന്ന് പറയുന്ന മലയൊക്കെ. പക്ഷെ ആ വ്യൂ പോയിന്റ് ഒക്കെ കാണണമെങ്കിൽ ഇപ്പൊ ഈ കോട ഇല്ലാത്ത ടൈമിൽ പോണം. അല്ല, ഇവിടെ എപ്പോഴും കോടയല്ലേ? എപ്പോഴൊന്നും ഇല്ല, മഴയുള്ളപ്പോഴും മഴയില്ലാത്ത സമയത്തും കോടമഞ്ഞുണ്ടാവും.
സൺസേ ഈ സ്ഥലപ്പേര് കേൾക്കുമ്പോഴേ നമ്മള് ലഡാക്കിലെയൊക്കെ സ്ഥലപ്പേര് പോലെ ഇരിക്കും അല്ലേ? കർണാടകയിലെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലപ്പേരുകളല്ലേ ഇങ്ങനെയുള്ള കേൾക്കാറില്ലല്ലോ, അല്ലാതുള്ള സ്ഥലപ്പേരുകളല്ലേ കൂടുതലും. ഹള്ളി, കൊപ്പ ഒക്കെ അവസാനം വരുന്ന പോലത്തെ പേരുകളാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഈ ട്രിപ്പിൽ നമ്മൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നുമല്ല, മഴയൊക്കെ ആയതുകൊണ്ട് ഇതൊരു നല്ലൊരു റൂട്ടാണ് ഇതുവഴി വരുന്നത്. മഴയൊക്കെ ആസ്വദിച്ച് മഴയും മഞ്ഞും ആസ്വദിച്ച് എങ്ങനെ നമ്മള് യാത്ര ചെയ്തു. കഴിഞ്ഞ മാസം തുടങ്ങിയ മഴയും മഞ്ഞും ആസ്വദിക്കാൻ ഊട്ടിന്ന് തുടങ്ങി ഇപ്പൊ അതെ ഇവിടെ വരെ എത്തി. ഊട്ടിന്ന് തുടങ്ങി ബോംബെക്ക് പോയി, ബോംബെ പോയി ഫ്ലഡിന്റെ സമയത്ത് ആസ്വദിച്ചു. ഇപ്പൊ ഇതേ ഇവിടെ കർണാടകയില്. പിന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളായ കൃഷികൾ കണ്ടില്ലേ? അത് അതുപോലെ ഇന്നലെ വന്ന വഴിയൊക്കെ നല്ലതല്ലായിരുന്നു. ഇവിടെ കമുക് തന്നെയാ നിൽക്കുന്നത്, അല്ലെങ്കിൽ കാപ്പിത്തോട്ടത്തിലായിരുന്നു. കമുക് ഇപ്പൊ നല്ല അടയ്ക്കായ്ക്ക് നല്ല വിലയുണ്ട് ഇപ്പൊ, അതുകൊണ്ട് കമുക് ഇഷ്ടംപോലെ കൃഷിയുണ്ട്. കമുകിൻ തോപ്പിനൊക്കെ നല്ല വിലയായി. കുടകിൽ മാത്രം നമുക്ക് മഴ കിട്ടിയില്ല. നാട്ടിലിറങ്ങി കുളിക്കായിരുന്നു. ചെറിയ കലക്കവെള്ളമാണ്, മഴയുടെയാണ്. കുടകിൽ മഴയില്ലായിരുന്നേലും നമുക്ക് നല്ല തണുപ്പായിരുന്നു. തണുപ്പ് കിട്ടി. അവിടെ നല്ല തണുപ്പായിരുന്നു. ഇവിടെ ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇത് എത്ര ബസ്സാ കിടക്കുന്നുണ്ടെങ്കിൽ. അതെ, ഇവിടെ ഇതൊക്കെ മെയിൻ ട്രക്കിംഗ് ഏരിയ, കുദ്രമുഖ് ഏരിയയിലൊക്കെ. അതന്നെയല്ല, ഇവിടെ നിന്നാണ് നേത്രാവതിയിലെയും അതുപോലെ തന്നെ കുദ്രമുഖിലേക്കുള്ള ട്രക്കിങ്ങിന്റെ ബേസ് ക്യാമ്പ് ഏരിയ. ഇവിടെ ഓഫ് റോഡ് പോകുന്ന വണ്ടികളാ. ജീപ്പ് സഫാരി ഉണ്ട്, ജീപ്പ് ട്രക്കിംഗ് ഒക്കെ ഉണ്ട്, 4 വീൽ വണ്ടി. ഇവിടുന്ന് നമ്മള് കണ്ടില്ലേ മറ്റേ ശൃംഗേരിക്കും മറ്റേ ഓഫ് റോഡ് ഇവിടുന്നൊക്കെ കൊണ്ടുപോയിരിക്കും. ഇവിടുന്ന് പോയിന്റ് ഉണ്ടാവും അങ്ങോട്ട് കൊണ്ടുപോകുന്നേ. നാരങ്ങ വലിയ നാരങ്ങയല്ലേ? അതുണ്ട്. ആ ചെറുത് അത് ഓറഞ്ചാ. ചെറിയൊരു വീട്, നല്ല രസമല്ലേ? ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് പാസ് എടുക്കണം. ഗെറ്റ് ദ ഗേറ്റ് പാസ് ആൻഡ് ഗോ അഹെഡ്. ഷോള സഫാരി ഒക്കെ ഉണ്ട്, 3000 രൂപ സഫാരി. അതെ, പാസ് സച്ചു മുന്നേ പോയി എടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഇത് ജസ്റ്റ് നമ്മുടെ വണ്ടി ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. കുദ്രമുഖ് റേഞ്ചിനകത്ത് കയറണമെങ്കിൽ ഒരു പാസ് വേണം. അപ്പൊ നമ്മുടെ വണ്ടി ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ നമ്മളവിടെ എക്സിറ്റ് ആകുമ്പോൾ അവിടെ കൊടുക്കണം. എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മളിനി കുദ്രമുഖ് നാഷണൽ പാർക്കിലേക്ക് കയറാൻ പോവാ. അപ്പൊ ഇവിടം തൊട്ട് വീണ്ടും മല കയറാൻ തുടങ്ങുക. കർണാടകയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മലയാണ് കുദ്രമുഖ് പീക്ക്. അപ്പം നമ്മൾ ആ കുദ്രമുഖ് റേഞ്ചിൽ കൂടെയാണ് പോകുന്നത്. കുദ്രമുഖ് പീക്ക് നമുക്ക് താഴെ നിന്നൊക്കെയാണോ. വെൽക്കം ടു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കുദ്രമുഖ് നാഷണൽ പാർക്ക്. പ്ലാസ്റ്റിക് ഫ്രീ സോൺ, ട്രെസ്പാസിംഗ് ഈസ് പ്രൊഹിബിറ്റഡ്. ആ വഴിക്കൊന്നും കയറി പോകാൻ പറ്റില്ല. അതൊക്കെ പ്രൈവറ്റ് ഏരിയ ആണെന്ന് തോന്നുന്നല്ലേ? നമ്മളെ വലിയൊരു കയറ്റം കയറി വന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കവാ. ഇവിടെ വീടും കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് ഇവിടെ എല്ലാം അങ്ങനെ വനത്തിന്റെ സൈഡിലൊക്കെ ആൾക്കാർ ഒരുപാട് താമസിക്കുന്നുണ്ട്. വനവാ. നമ്മള് എല്ലാ പുരുവഴി പോകുമ്പോഴൊക്കെ കാണത്തില്ലേ എന്ന് പറഞ്ഞാല്. നമ്മുടെ അവിടെയൊക്കെ വനമാണെങ്കിൽ പിന്നെ അവിടെ ഒരു മനുഷ്യനും കാണുകയില്ല. പിന്നെ ട്രൈബ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ വനത്തിൽ. അപ്പൊ നമ്മൾ അവിടുന്ന് ഒരു മല കയറി ഇറങ്ങി. ഇനി അടുത്ത മല കയറണം. ലയൺ ടൈൽഡ് മക്കാവോ, കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അതൊരു ടൈപ്പ് ഓഫ് കുരങ്ങില്ലേ, നല്ല കറുത്തിട്ട് വെള്ള ഇതുള്ള സിംഹത്തിന്റെ മറ്റേ ഇതുപോലെ താടി പോലെ ഇരിക്കുന്നേ. അത് ഈ വനത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനെ മേഘാലയക്ക് പോകുന്ന വഴിക്കുണ്ടോ? ഓർക്കുന്നുണ്ടോ? കുറെ ഏരിയ ഇതിനു വേണ്ടിയിട്ട് ഉള്ള എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റ് ബസ്സാ ഈ വണ്ടികള്. മംഗലാപുരം സൈഡിൽ ഒത്തിരി വണ്ടികളുണ്ട്. എല്ലാം കമുകുന്തോപ്പുകളാണ്. ഈ നാഷണൽ പാർക്കിന്റെ അകത്തും ഇതുപോലെ ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലേ? ഇവിടെ എല്ലാരും വനവും ആൾക്കാർ താമസിക്കുന്ന ഏരിയ എല്ലാം ഇതിനകത്ത് മിക്സ് ആയിട്ടാ. ഉള്ളിലേക്ക് വനമായിരിക്കും കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോ ഇതെല്ലാം വനമാ. ഷോളവനങ്ങൾ ഇവിടെ നല്ല ഷോള ഗ്രാസ് ലാൻഡുകളുണ്ട്, പുൽമേടുകളുണ്ട് ഇവിടെ ഈ വനത്തില്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു സ്ഥലം കൂടിയായത്. ലക്കിയ ഡാം, ഗംഗാമൂല, കാർക്കല. ഇവിടെ ഒരു ഡാം ഉണ്ട് കേട്ടോ, ലക്കിയ ഡാം. അതെ, അവിടെ കുറച്ച് പേരക്ക, കാട്ടുപേരക്ക ആയിരിക്കും മേടിച്ചിട്ട്. നല്ല അടിപൊളി പേരക്ക. 100 1 കിലോ.
1 കിലോ 100. നമ്മുടെ കയ്യിൽ അത്രയും ക്യാഷ് ഇല്ല. ഓൺലൈനിൽ മേടിച്ചാൽ മതി. അതെ, 60 രൂപ. ആ, കട്ട് ചെയ്തിട്ട് ഇതിടണോ, പൊടി ഇടണോ? വേണ്ട വേണ്ട, വേണ്ടല്ലോ, കട്ട് വേണ്ട. ഒരു മരുന്നും വിഷമൊന്നും ഇല്ലാത്ത. ഇല്ല. ആ ഒഴുകുന്ന ഭദ്രാ നദിയാ. ഇത് അതിന്റെ കൈവഴിയാന്ന് തോന്നുന്നു. അതെ, കൈവഴിയാ. പോഷക നദിയാ അതിന്റെ. പോഷക നദി. നല്ല മഴയാ. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ഉണ്ണി സച്ചുവും വിട്ടുപോയി. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇങ്ങനെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടേ സച്ചുവിന് പണി നടക്കണ നെറ്റ്വർക്ക് ചെല്ലണമല്ലോ, അതുകൊണ്ട് പോയതായിരിക്കും. അപ്പൊ നമുക്ക് എവിടുന്ന് വല്ലതും ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് പോവാം. സംസേന്ന് നമ്മൾ 12 കിലോമീറ്റർ വന്നു, കലാസേന്ന് 20 കിലോമീറ്റർ, കൊട്ടിക്കേര 69 കിലോമീറ്റർ, മുടികേരി 78, ബജഗോളി 41, കാർക്കല 52, ഉടുപ്പി 90, മംഗളൂർ 102 കിലോമീറ്റർ, മംഗലാപുരം 102 കിലോമീറ്റർ, ലക്കിയ ഡാം 5 കിലോമീറ്റർ. ലക്കിയ ലേക്കും ഉണ്ട്. ഈ ദോശയ്ക്ക് പകരം ഗോതമ്പ് ദോശ ആയാലും അതിനാ കുളിച്ചു വരുന്നതേ ഉള്ളൂ. തണുപ്പായോണ്ടായിരിക്കും അല്ലേ? അതേന്നേ. അങ്ങനെയാണെങ്കിലേ ആദ്യം ഇതൊരെണ്ണം ചുട്ട് നോക്കാം. കൊള്ളാം. അല്ല, എനിക്ക് കഞ്ഞിയുണ്ട്, ഞാൻ കഞ്ഞി കുടിച്ചോളാം. പഴങ്കഞ്ഞി ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ചുട്ട് നോക്കിയിട്ട് കൊള്ളുമെങ്കിൽ നമുക്ക് ഇത് കഴിക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് ദോശ കൂടാം. ഓക്കെ, സക്സസ് ആണോ ദോശ? ഒന്ന് നോക്കട്ടെ, എനിക്ക് തോന്നുന്നില്ല. കലക്കണോ വേണ്ടയോ? ദോശ, ഗോതമ്പ് ദോശ കലക്കണോ വേണ്ടയോ നോക്കാം. ഇങ്ങനെ പെൺകുട്ടി കരിഞ്ഞു പോയി, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, അത് മുരിഞ്ഞു പോയതാ, കരിഞ്ഞതല്ല. വേറെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലല്ലേ? അപ്പൊ ദോശ ഉണ്ട്. അപ്പൊ നമ്മുടെ ദോശ റെഡി. പ്ലേറ്റ് ആയിട്ട് വന്നോരെ. കൊച്ചാണോ ദോശ ചുടുന്നേ? പിന്നെ സ്വാദിഷ്ടമായ ദോശ റെഡി. രാവിലെ പ്ലേറ്റ് ഒക്കെ ആയിട്ട് വന്നോളൂ. ഇതെന്താണ് തിരിച്ചിട്ട്? അത് മാത്രം ശരിയായില്ല. ആദ്യം മുമ്പായിട്ട് എല്ലാം കറക്റ്റ് ആയിട്ട് മറിച്ചിട്ടാ. നമ്മളെ കാപ്പ് കുടിക്കുന്ന സമയത്തെ അരിയും കൂടി ഇട്ടിട്ടുണ്ട്. ചോറും കൂടെ ആവുമല്ലോ. അപ്പൊ ഇന്ന് മട്ടൻ കറിയും ദോശയും. ദോശ നല്ല ദോശയാ, കൊള്ളാം. ആരാ ചുട്ടേ? ആ, ചുട്ടതുകൊണ്ടാണോ? അരി ആരാ ഇട്ടല്ലേ? അരി ഞാനായിട്ട്. അതില് വെള്ളം ഒഴിച്ചത് ഞാനാ, അരച്ചതും ഞാനാ. എന്നാ പിന്നെ പോയേക്കാം. എടുത്തോ. ഭദ്രാ റിവറായി താഴെക്കൂടെ ഒഴുകുന്നത്. നല്ല വെള്ളം ഉണ്ടല്ലേ ഭദ്രയില്? നേത്രാവതിയിലേക്കാളും വെള്ളം ഉണ്ടെന്നു. മഴയല്ലായിരുന്നോ? ഓഫീസ് ഓഫ് ദി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, കുദ്രമുഖ് വൈൽഡ് ലൈഫ് റേഞ്ച്, കുദ്രമുഖ്. അപ്പൊ ഇതാണ് കുദ്രമുഖ്. കുദ്രമുഖ് നാഷണൽ പാർക്ക്, സേഫ് ഫോറസ്റ്റ്, സേഫ് വൈൽഡ് ലൈഫ്. എൻട്രി ഹിയർ. ഓക്കെ 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 ഓക്കെ. എൻട്രി ചെയ്യണം അവിടെ. എൻട്രി ചെയ്യണം, നമ്മളവിടെ പാർക്ക് ചെയ്യണം. നമുക്ക് കുദ്രമുഖ് ടൗൺ ഒന്ന് പോയി കണ്ടിട്ട് വരാം അല്ലേ? കുദ്രമുഖ് ടൗൺ അല്ല കേട്ടോ, ഞാൻ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞതാണ്. ചെറിയൊരു വില്ലേജ്. ആ പുല്ലുമേടുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇനി ചുറ്റും ഈ ഇവിടുന്ന് ഇങ്ങനെ ചുറ്റും അതാ കാണുന്നേ, കുറെ ദൂരമുണ്ട്, കുറെ മലകളുണ്ട്. അതാ കുദ്രമുഖ് റേഞ്ചസ്. ഇവരല്ലേ ഗൈഡുമാരാ, ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്ന ആൾക്കാരാ. ഫോറസ്റ്റിന്റെ ട്രക്കിംഗ് ഗൈഡുകളാ. ഇതാ ഫോറസ്റ്റ് ഓഫീസ്. അപ്പൊ ഇവിടുന്ന് ട്രക്കിംഗ് ഉണ്ട്, വനത്തിലോട്ട് കൊണ്ടുപോകും. നടന്ന് 2 മണിക്കൂർ ഒരു സൈഡ് എടുക്കുമെന്ന് പറഞ്ഞത്. പിന്നെ അത് ഓൺലൈനായിട്ട് പ്രീ ബുക്ക് ചെയ്യണം. 475 രൂപ ഒരാൾക്ക്. ശ്രീ ഭഗവതി ടെമ്പിൾ, കുദ്രമുഖ്. ഇത് പഴയ ക്ഷേത്രമായിരുന്നത്, പൊളിച്ചു പണിയുക. ഇതിലെ കുറച്ചപ്പുറം വരെ പോകാന്ന് പറഞ്ഞ, പിന്നെ അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല. എസ്റ്റേറ്റ് ഏരിയകളൊക്കെ ഉണ്ടെന്നാണ്. അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തേക്കാന്നാ പറഞ്ഞവര്. ഈ കുദ്രമുഖിനെ കർണാടകയുടെ ഗോസ്റ്റ് സിറ്റി എന്ന് പറയും. എന്ന് വെച്ചാൽ ഇതൊരു ഉപേക്ഷിച്ച നഗരം എന്ന് പറയുന്നുണ്ട് ഇതിന്റെ പേര്. ഇവിടെയൊക്കെ കുറെ ബിൽഡിങ്ങുകൾ ഉണ്ടല്ലോ, ഇതെല്ലാം ഉപേക്ഷിച്ച് പോയതാണോ ആൾക്കാർ? ആന്ന് തോന്നുന്നു. എന്നറിയോ, ഇത് പണ്ട് ഇതൊരു ടൗൺഷിപ്പ് മൈനിങ് കമ്പനി ഉണ്ടായിരുന്നു ഇവിടെ. മൈനിങ് ആക്ടിവിറ്റി നിർത്തി കഴിഞ്ഞപ്പം പിന്നീട് ഇവിടെ ഒന്നുമില്ല, ആ ഡെവലപ്മെന്റ്സ് പോയി. പണ്ട് ഇവിടെ ഗവൺമെന്റ് കുദ്രമുഖ് അയൺ ഓർ കമ്പനി ലിമിറ്റഡ് ഉണ്ടായിരുന്നു പണ്ട്, ഒരു 1970-കളിലൊക്കെ. ആ സമയത്ത് ഇവിടെ ഒരു ടൗൺഷിപ്പ് ആയി ഡെവലപ്പ് ചെയ്യാനായിരുന്നു പ്ലാൻ. അത് കഴിഞ്ഞിട്ട് 2005 ആ പരിപാടികൾ മൊത്തം നിർത്തിവെച്ചു മൈനിങ്ങിന്റെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ ഗാർഡ്സ് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ മൈനിങ്ങിന് പറ്റിയ സ്ഥലമല്ലായിരുന്നു. ഇവിടെ വരെ നമുക്ക് വരത്തുള്ളൂ, ഇതിന് റൗണ്ട് അടിച്ചെങ്കിൽ പോരാ. വഴിയുണ്ട്, അങ്ങോട്ട് പോകത്തില്ലെന്ന് അവര് പറഞ്ഞു. റെസ്ട്രിക്റ്റഡ് ആണെന്ന് തോന്നുന്നു ഇവിടെ കുറെ ഏരിയകളെല്ലാം. ഇവിടെ കുറച്ച് പേരൊക്കെ താമസിക്കുന്നുണ്ട്. ഇതുണ്ട്, ഇത് ഇവിടെയൊക്കെ താമസമുള്ള.
എല്ലാ വീട്ടിലും ഇല്ല. ഇതെല്ലാം കമ്പനി ക്വാർട്ടേഴ്സുകളായിരുന്നു. അപ്പം 1-2 സ്ഥലത്തൊക്കെ ആൾക്കാർ താമസമുള്ളൂ. ഇവിടെ ടൗൺഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്കൂള്, ഹോസ്പിറ്റല്, അങ്ങനെ ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്റ്റാഫിനുള്ള ബിൽഡിങ്ങുകൾ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ കമ്പനി പൂട്ടിയതോടെ ഇതെല്ലാം അതുകൊണ്ട് ഇതെല്ലാം ഉപേക്ഷിച്ച് പോയി. അതാ ഗോസ്റ്റ് ടൗൺ എന്ന് പറയുന്നത്. KIOCL ലിമിറ്റഡ് ഹെൽത്ത് കെയർ, KIOCL എന്ന് പറഞ്ഞ കമ്പനി നെയിമാണ്. ഇവിടുത്തെ ഹെൽത്ത് കെയർ ആയിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. ഇല്ല ഇപ്പൊ ഒന്നുമില്ല. ഇത് ശരിക്കും നല്ലപോലെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ടൗൺ ആയിരുന്നു. നല്ല വീതിയുള്ള റോഡൊക്കെ അന്നത്തെ കാലത്ത്. സെക്ടർ 2 549 ഒരുപാട് ക്വാർട്ടേഴ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ കമ്പനിയുടെ. എന്ത് ബിൽഡിങ്ങുകളാണ് ഇങ്ങനെ കാട് പിടിച്ച് നശിക്കുന്നത് അല്ലേ. STD ബൂത്ത്, STD ISD, അതുപോലെ കൊറിയറിന്റെ ഒരു റൂമുണ്ട്, ഓഫീസുണ്ട്. അതെല്ലാം നിന്നുപോയി. ഒരു കുഞ്ഞി പശു നോക്കിയേ, മൊത്തം മഴ നനഞ്ഞ്. KIOCL ലിമിറ്റഡ് എംപ്ലോയീസ് വെൽഫെയർ അസോസിയേഷൻ കുദ്രമുക്ക്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കണ്ടോ വഴിയുണ്ടോ, അതെല്ലാം ബ്ലോക്ക് ആയിരിക്കും, അങ്ങോട്ട് കയറണ്ട, മരമൊക്കെ വീണ് കിടക്കുക. MNC ബാങ്ക്, ബൈക്കുണ്ടി സ്ഥലപ്പേരാണോ? സ്ഥലപ്പേരാന്ന് തോന്നുന്നു. ഇത് കാനറ ബാങ്ക് ആയിരുന്നു. കമ്പനിയുടെ വണ്ടിയാണ് അത് കേട്ടോ. ബൈക്ക് റൈഡേഴ്സ് ഒരുപാട് പേരുണ്ട്, അവർ ഇതിലെല്ലാം കയറി പോകുന്നുണ്ട്, ചെറിയ വഴി കൂടെ എല്ലാം. എളുപ്പമുണ്ടല്ലോ കയറിപ്പോൻ. ഇത് കണ്ടോ, ഇങ്ങോട്ടൊക്കെ വഴി ഉണ്ടായിരുന്നു, അങ്ങോട്ട് എല്ലാം ക്ലോസ് ചെയ്തു, ഇപ്പം കാട് കയറി മൂടി. ഇതിനകത്ത് കുറേ വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ഇത് ഹോസ്പിറ്റലായിരുന്നു എല്ലാം. അതെ, ഇത് ഗവൺമെന്റ് വേറെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റായിട്ട് വല്ലതും ചെയ്യണ്ട അല്ലേ. എന്ത് ബിൽഡിങ്ങുകളാണ് വെറുതെ കിടന്ന് നശിച്ചു പോകുന്നത്. മൈനിങ്ങിന് അല്ലാണ്ട് ഇത് ടൗൺഷിപ്പ് ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ. അല്ല വല്ല ടൂറിസമായിട്ട് ബന്ധപ്പെട്ടേ എന്തായാലും ചെയ്യത്തില്ല. ഇവിടെയൊക്കെ ഇത് നല്ല റിസോർട്ടാക്കാം. ഇപ്പം ഒത്തിരി വർഷമായിട്ട് ഇങ്ങനെ വെറുതെ കിടന്ന് ബിൽഡിങ്ങുകളെല്ലാം നശിച്ചു കണ്ടോ. ടൂറിസത്തിന് നല്ലൊരു സാധ്യതയുണ്ട് ഇവിടെ, നല്ല അടിപൊളി സ്ഥലമല്ലേ. അത് നല്ല ചുറ്റിനും മലനിരകളും നല്ല വ്യൂവും. അതെ കണ്ടോ, എന്നെ വ്യൂ ഒന്ന് നോക്കി എവിടുന്ന മലയുടെ ഒക്കെ. അതെല്ലാം ഷോള ഗ്രാസ് ലാൻഡാ. ഇത് കേന്ദ്ര വിദ്യാലയമായിരുന്നു, സ്കൂളായിരുന്നു നേരത്തെ. ശരിക്കും കുദ്രമുക്കിൽ ഇപ്പം 1-2 ചെറിയ പെട്ടിക്കടകളേ ഉള്ളൂ. ഇതേ കുദ്രമുക്ക് ഹോട്ടൽ, അപ്പുറം ഒരു ചെറിയ കടയുണ്ടായിരുന്നു. KIOCL കുതിരയുടെ മുഖമാണെന്ന് തോന്നുന്നു കണ്ടോ. അതെ, ഇത് പുതിയതായിട്ട് പണിതാന്ന് തോന്നല്ലോ. പ്ലാസ്റ്റിക് ഇട്ട് മൂടി കെട്ടി വെച്ചേക്കാം. നമുക്ക് നേരെ ശൃംഗേരി വിട്ടേക്കാം. പുലിയുള്ള വനാന്ന് തോന്നുന്നു. പുലിയൊക്കെ ഉണ്ട് കണ്ടോ. കടുവ. കുദ്രമുഖ് നാഷണൽ പാർക്ക്. ഇവിടെ കുറച്ച് ട്രെക്കിംഗ് പോയിന്റുകളൊക്കെ ഉണ്ട്. കുദ്രമുഖ് പീക്ക്, കുറിഞ്ചൽ പീക്ക്, ഗംഗാടിക്കൽ പീക്ക്. ഇവിടെ ഈ വനത്തിൽ നിന്ന് പറിച്ച കുറച്ച് നാടൻ സാധനങ്ങളൊക്കെ ഉണ്ട്, വേണമല്ലോ. വേണ്ട, നെറ്റും റേഞ്ചും ഒന്നുമില്ല പോണേല്. നെറ്റ് എന്തിനാ? പൈസ ഇല്ല. അത് ശരിയാ. ഇവിടെ അവിടെ ഉണ്ട് കേട്ടോ, QR കോഡ് ഉണ്ട്. നമുക്ക് റേഞ്ച് വേണ്ടേ. അത് ശരിയാണ്, നമുക്ക് റേഞ്ച് വേണ്ടേ. അത് ശരിയാ. പിന്നെ പോട്ടെ. അത് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഏതെങ്കിലും നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും. BSNL റേഞ്ച് ഉണ്ട്. BSNL ഉണ്ട് നമ്മുടെ കയ്യില്, പക്ഷെ BSNL നെറ്റ് ചെറുതായിട്ട് കാണിക്കുന്നുള്ളൂ. ഫുൾ റേഞ്ച് കാണിക്കുന്നത്, പക്ഷെ നെറ്റ് 3G. ഇതൊരു ഗേറ്റ് ആയിരുന്നു ടൗൺഷിപ്പിന്റെ. ഇതെന്തോ പൈപ്പ് ലൈനാ, വെള്ളത്തിന്റെ ലൈൻ ആണെന്ന് തോന്നുന്നു. ഇവിടെ അയണോറിന്റെ ആയിരുന്നു മൈനിങ്. ഇരുമ്പയിര് അങ്ങോട്ട് കൊണ്ടുവന്ന രസമാണ്. നമ്മളെ ഈ ട്രിപ്പില് ഏറ്റവും ഇതുവരെ വന്നതിൽ ഏറ്റവും ഹൈറ്റുള്ള സ്ഥലം കുദ്രമുക്ക. 6200 അടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്ന സീ ലെവലിൽ നിന്ന്. പക്ഷെ അതിനനുസരിച്ചുള്ള തണുപ്പില്ലല്ലേ. കഴിഞ്ഞ ദിവസം വൈകുന്നേരം തണുപ്പുണ്ടാവുമായിരിക്കും. വൈകുന്നേരം തണുപ്പുണ്ടാവും. ബജഗോളി 41 കിലോമീറ്റർ, കാർക്കല 51. പുൽമേടുകളുണ്ടോ? അടിപൊളി പുൽമേട്. ഈ പുൽമേടാ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ മഞ്ഞും മഴയും. ബൈക്കുകാരാ കൂടുതലും വരുന്നത് അല്ലേ. കാറും ജീപ്പും ഉണ്ട്, എന്നാലും ബൈക്കുകാരാ ഏറ്റവും കൂടുതൽ. അതെ, ഭദ്രാനദിയാ വേണ്ട ഒഴുകി വരുന്നതാണ്. എന്നെ രസമാണ് അവിടുന്ന്. ഇവിടെ ഒരു പോഷ നദിയും കൂടെ വന്ന് ഭദ്രാനദിയിലേക്ക് ചേരുന്നുണ്ട്. ഇത് മൊത്തം പുൽമേടുകൾ. അത് തന്നെ അങ്ങുണ്ടോ ആ മലയില് മഞ്ഞ് മുടിയേക്കുന്നത് കണ്ടോ, അവിടെ എല്ലാം പുൽമേടുകളാ. ഇതാണ് കുദ്രമുക്കിന്റെ ഭംഗി. കുദ്രമുക്ക് റേഞ്ചസ് എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. കർണാടകയിലെ 2ാമത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് കുദ്രമുക്ക് പീക്ക്. നമ്മുടെ വാഗമണ്ണൊക്കെ ചെന്ന പോലെ മൊട്ടക്കുന്നുകൾ. പക്ഷെ വാഗമണിലെ പുല്ലിന് ഇത്രയും പച്ചപ്പ് തന്നെയല്ല, ഒരു കട്ടിയില്ല. ഇതുണ്ട്, ഇത് പൊക്കമുണ്ട് നല്ല.
ഇവിടെ ലഖ്യ ഡാമും ഉണ്ട്, അതുപോലെ തന്നെ ലഖ്യ ലേക്കും ഉണ്ട്. അങ്ങോട്ടൊന്നും വിടത്തില്ല, അതുകൊണ്ടോ? നോ എൻട്രി. ആനയുണ്ട് കേട്ടോ, ആനയുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ പൊക്കത്തിലായിരുന്നു ഇരിക്കുന്നതെങ്കിൽ മരം ഇല്ലാണ്ട് കാണായിരുന്നു മല. അത് ശരിയാ, നല്ല ഹെലികോപ്റ്റർ കൊണ്ട് പറഞ്ഞു. അല്ല, ലോറി ആയിരുന്ന പോലും കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ടായിരുന്നു. സ്റ്റാലിൻ ആയിരുന്നേ കറക്റ്റായിരുന്നു. അതുകൊണ്ടോ നേരെ നോക്കിക്കോണ്ടോ ഇവിടെ നല്ല രസമായിരിക്കും അവിടെ നിന്ന് ഉരുണ്ട. എവിടെ ഒന്ന് ലാൻഡ് ചെയ്തെന്ന് പോലും പറയാൻ പറ്റില്ല അവിടെ നിന്ന് ഉരുണ്ട. സൂര്യ, ഈ സൈസ് ഷീറ്റ് കണ്ടിട്ടുണ്ടോ? ഇതുണ്ടോ, ഈ ആസ്പെറ്റോസ് ഉണ്ടോ? ഈ സൈസോ? മോളിൽ ഇതുപോലെ പച്ച കളറല്ലോ? പറ്റിക്കാൻ പറ്റിയില്ല. ഞാൻ ഓർത്ത് കഴിഞ്ഞ ദിവസം വെട്ടുകലിന്റെ കാര്യം പറഞ്ഞ പോലെ പറയാതിരിക്കുന്നു ഓർത്ത്. ചേണിയോ? അത് ശരി. ഇതെല്ലാം ഭദ്രാ നദിയുടെ പോഷക നദികളാ. വൈൽഡ് ലൈഫ് ക്രോസിംഗ് സോൺ, ഡ്രൈവ് സ്ലോ, കുദ്രമുഖ് വൈൽഡ് ലൈഫ് റേഞ്ച്. തകർപ്പൻ മഴ, നല്ല വലിയ മഴത്തുള്ളിയാ. ഇന്നലെ വരെ കുഞ്ഞു മഴത്തുള്ളിയായിരുന്നു. നേച്ചർ ക്യാമ്പ്. ഗംഗാമൂല ഇട്ടേ ഉള്ളു കേട്ടോ. നമുക്ക് ഗംഗാമൂല കയറി പോകാൻ പറ്റുമോ? ഗംഗാമൂല കുറച്ച് നടന്നിറങ്ങി പോണായിരിക്കും. കുദ്രമുഖ് നാഷണൽ പാർക്ക്, നേച്ചർ ക്യാമ്പ്, ഭഗവതി. പെട്ടെന്നൊരു മഴ, ഇപ്പം മാറി മഴ. ഇങ്ങോട്ട് നല്ല പച്ചപ്പ കേട്ടോ. നമ്മൾ ഇതുവരെ വന്ന സ്ഥലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് ഇങ്ങോട്ട്. ഇതുപോലെ പുല്ല് ഇവിടെ നമ്മുടെ രത്നഗിരി സൈഡും കൊങ്കൺ സൈഡാ ഇതുപോലത്തെ പുല്ല്. ഇതിലും കളറുണ്ട് കേട്ടോ. അത് അതൊക്കെ വെസ്റ്റേൺ ഗാർഡ്സാ. അതേപോലെ തന്നെ ലോണവാലയിലും ഒക്കെ. കോടയൊന്നും താഴോട്ട് ഇറങ്ങിയിട്ടില്ല, എല്ലാം മലമുകളിലാ. ഇവിടെ നല്ല കോട ഇറങ്ങി, കുറച്ച് തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്, തണുത്ത കാറ്റും. വൈകുന്നേരമൊക്കെ ഫുള്ള് കോടമഞ്ഞായിരിക്കും വഴിയില്. ഇവര് പിന്നെ എല്ലാരും ഇത് ഈ പ്ലാസ്റ്റിക് മേടിച്ചോണ്ടാ വരുന്നേ. മഴയത്ത് അങ്ങ് ഇറങ്ങി നടക്കാമല്ലോ. നല്ല മഴ, മഞ്ഞും. മുന്നിലോട്ടെ നല്ല വലിയ മലനിരകളാ, പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല. ഇത് ഷോള സഫാരി, സിംഗ്സാർ ഷോള സഫാരി. കുദ്രമുഖ് നാഷണൽ പാർക്ക്. യു ആർ എൻറ്ററിംഗ് എ നാഷണൽ പാർക്ക്. എനി വയലേഷൻ ഓഫ് ഫോറസ്റ്റ് റൂൾസ് എന്തെങ്കിലും തെറ്റിച്ചാൽ ശിക്ഷ ഉണ്ടാവും. വെൽക്കം ടു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. തട്ടുതട്ടായിട്ട് മലയുള്ളല്ലോ. ആ മേളിലുണ്ടല്ലോ നല്ല വലിയൊരു മലയുണ്ട്, പക്ഷെ അതിന്റെ മോള് വശം കാണാൻ പറ്റത്തില്ല. സ്റ്റെപ്പ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് പോലെയാ, മല നിരയാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. അത് ഓരോരോ തട്ടുതട്ടായിട്ട് നിൽക്കുന്നല്ലേ. ചെറിയ മല, അതിന്റെ കുറച്ചുകൂടെ വലിയ മല പറയില്ല, പിന്നെ വലിയ മല. അതാ പറഞ്ഞേ. ബൈക്ക് റൈഡേഴ്സ് ഇല്ലാവേ മഴയത്ത് നനയാൻ വേണ്ടി തന്നെ ഇറങ്ങിയേക്കുന്ന. അതല്ലേ മൺസൂൺ റൈഡ്. ഇവിടെ ഇതുണ്ടോ നല്ലൊരു വെള്ളച്ചാട്ടം. അത് ഇത് അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. കടമ്പി ഫാൾസാ, കടമ്പി ഫാൾസ്. എല്ലാരും നനഞ്ഞു നിൽക്കുക. അത് ഇപ്പൊ അപ്പുറം കണ്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ആ മലയെന്ന് ഒഴുകി വരുന്ന വെള്ളം. വരാഹ തീർത്ഥ സ്ഥലപ്പേരാ. മലമുകളിൽ കണ്ട മഞ്ഞൊക്കെ ഇതേ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. അവര് നമ്മളെ ഫോളോ ചെയ്യുന്നതാണ്. മുമ്പേ 2-3 പേര് കൈ കാണിച്ചിട്ട് പോയായിരുന്നു. എത്ര ബസ്സാണ് കിടക്കുന്നത് നോക്കി. എവിടെയും ട്രക്കിംഗ് പോയിന്റ് കാണും കേട്ടോ. വണ്ടിയെ വന്നവരെ. ഇതൊരു ട്രക്കിങ്ങിന്റെ ബേസ് ക്യാമ്പാ. ഗംഗാദിക്കല് ട്രക്ക് റൂട്ട്. ഇവിടുന്ന് ട്രക്കിംഗ് ഡിസ്റ്റൻസ് 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ നടന്നു പോവാം. അത് പോയി നല്ല കേട്ടോ. അവിടെ മറ്റേ നല്ല ഗ്രാസ് ലാൻഡ് കാണാൻ പറ്റും. ആൾക്ക് നേരത്തെ ബുക്ക് ചെയ്യണമായിരിക്കും പോയി. എന്നാ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. എത്ര വണ്ടി കിടക്കുന്നത്. ഇപ്പൊ ട്രക്ക് ചെയ്ത് പോവാണെങ്കിൽ നല്ലതായിരിക്കും. അടുത്ത് നിന്നപ്പോലും കാണത്തില്ല, അതുപോലെ മഞ്ഞായിരിക്കും മുകളില്. അപ്പൊ ഇതാണ് ഗംഗാമൂല. ഇത് ക്ലോസ്ഡാ. ഈ നദികളുടെ ഒക്കെ ഉത്ഭവ സ്ഥലത്തേക്ക് പോകുമ്പോ ഇവിടെ നമ്മള് ട്രക്ക് ചെയ്ത് പോണം, നടന്നു പോണം. അതാണ് ട്രക്കിങ്. അപ്പം അങ്ങോട്ടുള്ള വഴിയൊക്കെ ക്ലോസ് ആയി, ഇപ്പൊ കടത്തി വിടുന്നില്ല എന്ന് തോന്നുന്നു. സമയം 1 മണി അങ്ങോട്ട് ആയതേ ഉള്ളൂ, പക്ഷെ എന്നാ ഇരുട്ടാണ് നോക്കി. എന്താണേലേ നമ്മൾ എളുപ്പം നോക്കി ഇത് ഈ റൂട്ട് അല്ലാതെ അപ്പുറത്തൂടെ പോയിരുന്നല്ലോ. നല്ലൊരു റൂട്ടല്ലേ. കളാസേന്നുണ്ടല്ലോ, നമുക്ക് കളസേന്ന് വേണ്ട ഒരു 40-47 കിലോമീറ്ററിലെ ശൃംഗേരി ചെല്ലായിരുന്നു. അവിടുന്ന് ബോർഡ് ഉണ്ടായിരുന്നു വേറെ വഴിക്ക്.
അപ്പൊ അത് നമ്മള് അതിലെ പോകാൻ നന്നായി. ഇതിത്തിരി നല്ല കറക്കമായി ഇങ്ങനെ അതെ, നേരെ പോയി മൂക്കെ പിടിക്കുന്നവര് വരെ വളഞ്ഞു പോയി മൂക്കെ പിടിക്കും. എന്നാലും ഇത്രയും സ്ഥലങ്ങൾ കണ്ടുപോകാൻ പറ്റിയില്ലേ. ഈ ട്രിപ്പില് ഇത്രയും നല്ല മഴ കിട്ടിയ ഇന്നാ, അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള മഴയൊക്കെ ഉള്ളായിരുന്നു. നല്ല തകർപ്പൻ മഴയാ. എന്നാ മഴ പെയ്യുന്നെന്ന് നോക്കിയേ. വഴി കാണത്തില്ല, അതുപോലെ മഴയാ. മഴ ഇല്ലായിരുന്നു എന്നുള്ള ആ ബുദ്ധിമുട്ട് അങ്ങ് മാറി നന്നായിട്ട്. വഴി കൂടെ വെള്ളം ഒഴുകുന്നുണ്ടോ? ഇതുണ്ടോ മഴ ആസ്വദിക്കുന്നുണ്ടോ? കണ്ടോ, ഇങ്ങനെ വേണം വരാൻ. നമ്മൾ അതുവഴിയാ വന്ന, ആ മലയിൽ കൂടെ ഒക്കെയാ വന്നത്. അതുകൊണ്ട് അവിടെ എല്ലാം നല്ല കോടയപ്പോ. മഴ ഇങ്ങോട്ടേ ഉള്ളെന്ന് തോന്നുന്നു കൂടുതലും. അതുകൊണ്ട് അവിടെ മഴ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? അവിടെ മൊത്തം കോടയാ. അവിടെ മഴ പെയ്തിട്ടില്ല കേട്ടോ. മംഗളൂരു ധർമ്മസ്ഥലയൊക്കെ നേരെ ശൃംഗേരി നമുക്ക് റൈറ്റിലേക്ക് പോകണം കേട്ടോ. ശൃംഗേരി എല്ലാരും ശൃംഗേരിക്കാണല്ലോ, കൂടുതൽ പേര് ശൃംഗേരിക്ക ബൈക്കുകാര്. ഈ വഴി നമ്മൾ വന്നതിനെക്കാട്ടിൽ ഇച്ചിരൂടെ ചെറിയ വഴിയാ. ഇതെല്ലാം വനമാണ് കേട്ടോ. എല്ലാം കുദ്രമുഖ് നാഷണൽ പാർക്കിന്റെ ഭാഗങ്ങളാ. ഒരു ബസ് വരുന്നുണ്ട്, എക്സ്പ്രസ്സാ, പ്രൈവറ്റ് ബസ്. വഴി വീതി കുറവാണ്. ഇങ്ങോട്ട് വീതി ഉണ്ട്, അവിടെ കുറച്ച് ദൂരം വീതി കുറവുണ്ടായിരുന്നുള്ളൂ. പറഞ്ഞാൽ നേരെ തിരിച്ചു പറയാം. അതായത് കുറച്ച് ദൂരം വീതിയുള്ള ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി മൊത്തം വീതി കുറഞ്ഞ വഴിയാണ്. കണ്ടോ, ഒരു വണ്ടി പോകാനുള്ള വീതിയുള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ വീതിയുള്ള സ്ഥലമുണ്ട് കേട്ടോ, വണ്ടി ഓവർടേക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള. ഇത്രയും ദൂരം വന്നിട്ട് ഒന്നും റേഞ്ച് ഇല്ലായിരുന്നു, ഒരിടത്തും നെറ്റ്വർക്ക് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇല്ല കേട്ടോ, ആയിട്ടില്ല. അത് നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്ന എല്ലാ വഴിയിലും അങ്ങനെ. ടൗണിൽ മാത്രമേ നെറ്റ്വർക്ക് ഉള്ളൂ, ബാക്കിയുള്ളിടത്ത് ഒന്നുമില്ല. വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മളും റേഞ്ചിലേക്ക് എടുത്തോണ്ടിരിക്കുന്നു. റേഞ്ചിൽ കയറി. ഹിരേക്കട്ടെ വില്ലേജാ ഇത്. ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസ് ഹിരേക്കട്ടെ. ഇതൊരു വെയിറ്റിംഗ് ഷെഡ്. അംഗൻവാടിയൊക്കെ കണ്ടോ, നല്ല പെയിന്റിങ്സ് ഒക്കെ ചെയ്ത് അംഗൻവാടി. ഇത് രണ്ടുപേരും നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിപ്പുണ്ട്. ആണ്ടേ, വെയിറ്റിംഗ് ഷെഡ് ആണോ കടയാണോ? അതൊരു കടയാ, ഹോട്ടലാന്ന് തോന്നുന്നു. ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും നിർത്തണമെന്ന് പറഞ്ഞിട്ട് വിട്ടു പോന്നേ. അതിനെ സംഭവം അറിയോ? സച്ചുവിന് പെട്ടെന്ന് ഫോൺ വന്നു ഓഫീസിൽ നിന്ന്. എന്തോ അവരുടെ എന്തോ ഇത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങള് റേഞ്ച് തപ്പിക്കും കുറെ ഇങ്ങനെ പോന്നു. നോക്കുമ്പോ കൊടും കാടാ. അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ കയറി. അപ്പൊ പിന്നെ ഇവിടെ കഴിക്കാൻ ആഹാരമൊക്കെ ഉണ്ടായിരുന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുക്കാനായിട്ട് ഇതില്ല, പൈസ എടുത്തിട്ടില്ലായിരുന്നു. അല്ല, സ്കാനർ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോ കൊച്ചു കിടാവ് ഇടണം, അതിനെ കുളിപ്പിച്ചു കൊടുത്തു. സച്ചു ആകെ കറന്നു കൊടുക്കാൻ വേണ്ടി പോയി ഉച്ചക്കത്തെ. ഞാൻ ഓർക്കും സച്ചിനെ കാണുന്നില്ല, എന്ത് വണ്ടിക്കകത്തും ഇല്ല, എന്തിയാന്ന്. പൈസ ഇല്ലായിരുന്നോ? സച്ചു കുറെ കറന്നോണ്ടിരിക്കുക. എപ്പോ ചൂട് പാല് വല്ലതും വേണം? പാല് വേണം, 1 ലിറ്റർ മേടിച്ചേക്കാം. ഉണ്ട്, സച്ചിനോട് പറഞ്ഞാൽ മതി. സൂര്യ പാല് വേണോ? പാല് വേണോ? പാല് വേണോന്ന്? പാല് വേണം. സച്ചിനോട് പറഞ്ഞാൽ മതി. ഒരു 3-4 കിലോ എറണാകുളത്ത് കിലോയ്ക്കാണോ പാല് കൊടുക്കുന്നത്? ലിറ്റർ. എന്നിട്ട് എന്ത് സച്ചു എന്ത്? സച്ചുവിന്റെ പണിയായതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് സംഭവം ഇവിടെ ഇരിപ്പുണ്ട്. ഞാനിത് ആദ്യം വന്നപ്പോഴേ കണ്ടായിരുന്നു. ഇത് സച്ചുവിനെ കറക്കാൻ വേണ്ടി നിങ്ങൾ വന്ന കറക്റ്റ് സമയത്ത് കുറച്ചുകൂടെ താമസിച്ചിരുന്നെങ്കിൽ മറ്റേ പാലുകൊണ്ട് കൊടുത്തിട്ട് കൊടുക്കേണ്ടി വന്നേ. അല്ല, ഞങ്ങളുടെയിലും പൈസ ഇല്ല. സ്കാനർ ഉണ്ടെങ്കിൽ പൈസ ഉണ്ട്. കുഴപ്പമില്ല. ഞങ്ങള് എല്ലാം പണിയെടുത്ത് വീട്ടിൽ 160 രൂപ. നമ്മുടെ ഫാമിലി മെമ്പർ ആയിരുന്നു. പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പറഞ്ഞ നമ്മുടെ പേര് പറഞ്ഞാൽ പോരായിരുന്നു. അതെ അത് പറഞ്ഞില്ലല്ലേ? നമ്മൾ അറിയുന്നില്ലല്ലോ. നല്ലത് പറഞ്ഞു നോക്കണം. നിങ്ങളുടെ മോമൂടിയും വെച്ചോണ്ട് പോകാൻ അതേ രക്ഷയുള്ളൂ. ചായ കുടിച്ചാലോ? ചായ വേണോ? മോമൂടി വെച്ചോണ്ട് പോയാ മതി. അപ്പൊ ഒരു 3-4 ചായ. ചക്കര കമ്മിയാ? രാജേഷ് വണ്ടിക്കകത്തുണ്ട്. അവര് നെറ്റ്വർക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, റേഞ്ചിലേക്ക് വന്നപ്പോഴേ കുറെ ജോലി ചെയ്തോണ്ടിരിക്കുക. ചായ പറഞ്ഞേക്കാം. അപ്പൊ ഉണ്ടിക്ക് വേണോ? അപ്പൊ 1, 2, 3, 4, 5 ചായ. എത്ര വേണോ? 6. ആദ്യം ഓരോ ചായ കുടിക്കാം, മഴയും പിടിച്ച് അല്ലേ? സച്ചു കറന്ന പാല. അതെ, ആ പാല് കൊണ്ട് ഉണ്ടാക്കിയ ചായ. രാജേഷിനെ കുറ്റം പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോ പൊറോട്ടയും സാമ്പാറും പറഞ്ഞു. കുറച്ച് ദിവസമായി ചോറുണ്ണാൻ തുടങ്ങിയിട്ടല്ലേ? സച്ചു കറന്ന പാല് കൊണ്ട് എടുത്ത ചായ. കൊള്ളാം. നല്ലേ. പശുവിനെ കറക്കാനും പഠിച്ചോ ഇവിടെ വന്ന്?
എന്നാണല്ലോ ഇവിടെ വന്ന് കറക്റ്റായിട്ട് പൊറോട്ട കിട്ടുന്ന കട കണ്ടുപിടിച്ച് നിന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അത് ഉണ്ണിക്കും സച്ചുവിനും. ഉണ്ണിയേ നന്ദിയുണ്ട്. ഇവര് എല്ലാരും റൈഡ് പോയതാണ്. അപ്പം നമ്മുടെ ഫോളോവേഴ്സ് ആണ് ഇവര്. അപ്പം ഇവര് ആകുമ്പേന്ന് വരുക. അവരെ അമ്മയുടെ കാര്യമാണ് ചോദിച്ചാൽ എല്ലാരും പറഞ്ഞു അമ്മ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഇവരൊരു ഗ്രൂപ്പായിട്ട് വന്ന അവരെല്ലാരും കൂടെ. അല്ല എന്റെ ബൈക്കിന്റെ കാര്യം പറയുന്നത് കേട്ടല്ലോ. അതോ അത് നല്ല വണ്ടിയല്ലേ അത്, ജാവ ബോംബർ. അപ്പം എനിക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടിയായിരുന്നു. അപ്പൊ അവര് ചോദിച്ചു ഓടിക്കാനാണോ? ഞാൻ പറഞ്ഞല്ല, ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കാനാ. എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരാള് ബൈക്ക് പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ, അപ്പൊ ആളെ പറ്റി കുറച്ച് കുറ്റം പറഞ്ഞു കൊടുക്കായിരുന്നു. ഒരാളോട് ഞാനൊരു ബൈക്ക് ചോദിച്ചിട്ട് കൊല്ലങ്ങളായി, എനിക്കൊരു ജാവയിൽ എടുത്തതാ. ജാവ ഏലും എടുത്തു തരാനോ? ആദ്യം ഒരു ബൈക്കിന് പോയി അഡ്വാൻസ് കൊടുത്തല്ലേ? കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അത് ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ചു. കാരണം എല്ലാരും പറഞ്ഞത് എടുക്കണ്ടെന്ന്. പക്ഷെ അത് പൈസ ബാക്കി മേടിച്ചിട്ടില്ല. ഇതുവരെ മേടിച്ചിട്ടില്ല. പക്ഷെ അത് കുറച്ച് കൊടുത്തു. ടോക്കൺ എമൗണ്ട് ആയിട്ട് 10,000-2,000 അങ്ങനെ എന്തോ. 2,000 രൂപ. 5,000 രൂപ. അത് മേടിക്കാം. അത് തൊട്ടടുത്ത് തന്നെയല്ലേ ഷോറൂം കിടക്കുന്നത്, പോയി മേടിക്കാം. പക്ഷെ ഇത് എനിക്കൊരെണ്ണം വേണം, ജാവ. അതാകുമ്പോ സിംഗിൾ സീറ്റ്, വേറെ ആരും കയറാൻ പാടില്ല, ഞാൻ തന്നെ പോവാ. അതിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. അതെ, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തണം. എന്നിട്ട് വേറൊരു ബൈക്ക് എനിക്ക് സാലറി തന്നാ മതി ഓഫീസിലിരിക്കുന്നതിന്. ഞാനൊരു EMI സ്കീമിൽ എടുത്തോളാം. അത് ഓഫീസിൽ ഇരിക്കാൻ തുടങ്ങുമ്പോഴല്ലേ? ലൈഫ് ടൈം ട്രെയിനി ആയിട്ട് ഒരാൾ നിൽപ്പുണ്ട്. അവളെ സാലറി കിട്ടുന്നില്ല പിന്നെ. ഇവിടെ അതെ അതെ, ഞങ്ങൾക്കൊന്നും സാലറി ഇല്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പട്ടിപ്പണിയാണല്ലോ ഞാൻ എടുത്തോളാം. പക്ഷെ എനിക്ക് സാലറി തന്നാ മതി. നിങ്ങൾ പണി എടുക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ പണി എടുത്തോളാം. ഞാൻ EMI സ്കീമിൽ വണ്ടി എടുത്തോളാം, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറയാം. അപ്പൊ ഞാൻ എന്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ എപ്പം ഇതാക്കും. വീട്ടിലൊരു ബുള്ളറ്റ് ഉണ്ട്, അത് ഓടിച്ചങ്ങ് അത് മാത്രം അതല്ല, ഇതിനെ കുറിച്ച് നമുക്ക് കൂലങ്കഷമായിട്ടൊന്ന് ചിന്തിക്കാം. അത് കട്ടി വാക്കുകളൊന്നും പറയല്ലേ. നമുക്കൊന്ന് ഇന്ന് ആലോചിക്കാന്ന് പറഞ്ഞ പോരെ? അത് കേട്ടപ്പോഴത്തേനും സൂര്യ ഒന്ന് ഞെട്ടിയല്ലോ. അത് എന്നാന്നാണോ ഉദ്ദേശിച്ചത്? എനിക്ക് കാര്യം മനസ്സിലായില്ലെന്ന് പറഞ്ഞോണ്ട് ഞാനിങ്ങനെ കട്ടി വാക്ക്. എന്നാ പിന്നെ നമുക്കിനി ഇതുവഴി ശൃംഗേരി വഴി ആകുമ്പോ വിട്ടാലോ? അപ്പം ശൃംഗേരി വഴി ആകുമ്പയിലേക്കുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.